നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാടി. ED കേസിൽ സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീം കോടതി. PML നിയമപ്രകാരം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന മൊഴി തെളിവല്ലെന്ന് സുപ്രീം കോടതി. കോടതിയിൽ നൽകുന്ന മൊഴിയാണ് യഥാർത്ഥ തെളിവ്. ED ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന മൊഴി സ്വീകരിക്കാമെങ്കിലും കോടതിയിലെ മൊഴിയാകും അന്തിമമെന്നും കോടതി നിരീക്ഷിച്ചു. തമിഴ്നാട്ടിലെ മണൽ ഖനന കേസിലായിരുന്നു സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം. സഹകരണ ബാങ്ക് വിഷയത്തിലും മാസപ്പടി കേസിലും കൂടാതെ സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിലും സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊള്ള കാരണമാണ് സാമ്പത്തിക പ്രതിസന്ധിയെന്നും കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയും മകളും വരെ അഴിമതിയിൽപ്പെട്ടെന്നും മാസപ്പടി കേസ് അന്വേഷണത്തിന് തടയിടാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുവെന്നും മോദി പറഞ്ഞു. CPM ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിക്കുകയാണ്. 1,00,000 കോടിയുടെ കൊള്ളയാണ് നടന്നത്. CPM ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ വരെ തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നതെന്നും കരുവന്നൂർ കേസ് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി പറഞ്ഞു. അപകീർത്തിപ്പെടുത്തൽ കൊണ്ടൊന്നും തങ്ങളെ നാട്ടിൽ കൊച്ചാക്കാൻ കഴിയില്ലെന്ന് പിണറായി വിജയൻ. കരുവന്നൂർ ബാങ്ക് ഇപ്പോൾ സാധാരണ നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്നും 117 കോടി രൂപയുടെ നിക്ഷേപം തിരിച്ചു കൊടുത്തുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ സർക്കാർ വിട്ടുവീഴ്ച നടത്തിയിട്ടില്ലെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. കരുവന്നൂർ ക്രമക്കേട് ഇടതു കൊള്ളയുടെ ഉദാഹരണമാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമർശനത്തിന് മറുപടി പറയുകയായിരുന്നു പിണറായി വിജയൻ. വിശ്രമമില്ലാതെ RSSനെയും BJPയെയും വിമർശിക്കുന്നയാളാണ് താനെന്നും അതിൻ്റെ പേരിൽ അവർ തന്നെ വേട്ടയാടിയതുകൊണ്ടെന്നും അവർക്കെതിരെയുള്ള വിമർശനം താൻ നിർത്തില്ലെന്നും ഇത് RSSൻ്റെയും BJPയുടെയും ആശയത്തിനെതിരെയുള്ള പോരാട്ടമാണെന്നും രാഹുൽ ഗാന്ധി. ഇത്രത്തോളം തന്നെ ആക്രമിച്ച BJP സർക്കാർ എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാത്തതെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി BJPയെ വിമർശിക്കുന്നില്ലെന്നും എന്നാൽ എല്ലായ്പ്പോഴും തനിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നുവെന്നും തനിക്കെതിരെയുള്ള വിമർശനത്തിൻ്റെ പകുതിയെങ്കിലും വിമർശനം BJPക്കെതിരെ മുഖ്യമന്ത്രി നടത്തണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. BJP കുടുംബ പാർട്ടിയല്ലെന്നും ഭരണ തുടർച്ചയിൽ ഭയം വേണ്ടെന്നും മിഷൻ 2047 ആണ് മുന്നിലുള്ളതെന്നും പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ടീം അതിനായുള്ള പരിശ്രമത്തിലാണെന്നും കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധിയെ ഇന്ത്യക്ക് വിശ്വാസമില്ലെന്നും മോദിയുടെ ഗ്യാരണ്ടിയിലാണ് ജനങ്ങളുടെ വിശ്വാസമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കാൻ തൻ്റെ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മോദി പറഞ്ഞു. ഇന്ത്യയിലെ 25 പണക്കാർക്ക് വേണ്ടി 16 ലക്ഷം കോടി രൂപയുടെ ബാങ്ക് വായ്പകൾ കേന്ദ്രം എഴുതിത്തള്ളിയെന്നും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ 24 വർഷത്തെ തുകയ്ക്ക് തുല്യമാണിതെന്നും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. എന്നാൽ കഠിനാധ്വാനം ചെയ്യുന്ന കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ മോദി സർക്കാർ തയ്യാറല്ലെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ രാജ്യത്തെ കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യത്തെ വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, ഖനികൾ, പ്രതിരോധ കരാറുകൾ, സൗരോർജ്ജ മേഖല, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ എല്ലാം ഒരു ബിസിനസ്സുകാരന് കൊടുത്തുവെന്നും അതിൻ്റെ അനന്തരഫലമായി 45 വർഷത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് രാജ്യത്തുണ്ടായതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം ഇവിടെ വിലപ്പോവില്ലെന്നും നാട് തകരുന്നതിന് എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ കേന്ദ്രം ചെയ്തുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭ്രാന്താലയത്തെ മനുഷ്യാലയമാക്കിയതാണ് ഈ നാട്. കേരളത്തിൽ ഒരു സീറ്റിലും 2ാം സ്ഥാനത്ത് പോലും BJP എത്തില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു BJP പ്രതിനിധി കേരളത്തിൽ നിന്നും പാർലമെൻറ്റിൽ വേണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ആഗ്രഹമെന്നും മരീച വേഷത്തിൽ വന്നു കേരളത്തെ മോഹിപ്പിച്ചു കളയാമെന്നും മോദി തെറ്റിദ്ധരിക്കരുതെന്നും പിണറായി പറഞ്ഞു. ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് മുന്നിൽ ലോഗോ പതിക്കണമെന്ന നിർദ്ദേശം പാലിക്കാതെ വന്നതോടെ കേന്ദ്രം പണം നൽകുന്നില്ല എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിൽ തൃശൂർ സ്വദേശിനി ആൻ ടെസ്സ ജോസഫ് 21 എന്ന യുവതിയും പുതിയ വീട്ടിലെ താമസത്തിന് മകൾ എത്താനിരിക്കെയാണ് ഇറാൻ സൈന്യം കപ്പൽ പിടിച്ചെടുത്തതെന്ന് ആൻസയുടെ അച്ഛൻ ബിജു പറഞ്ഞു. അതേസമയം കുറച്ചു നേരത്തേക്ക് ഫോൺ ഉപയോഗിക്കാൻ സൈന്യം അവസരം കൊടുത്തപ്പോൾ ആൻ ടെസ്സ ജോസഫ് ഇന്നലെ വീട്ടിലേക്ക് വിളിച്ച് സുരക്ഷിതയാണെന്ന് അറിയിച്ചുവെന്നും കപ്പലിലുള്ളവർ എല്ലാവരും സുരക്ഷിതരാണെന്നും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലെന്നും കൃത്യമായി ഭക്ഷണം ലഭിക്കുന്നുണ്ടെന്നും അറിയിച്ചുവെന്നും ആനിൻ്റെ കുടുംബം അറിയിച്ചു. അതിജീവിതയ്ക്കെതിരെ ദിലീപ് വീണ്ടും ഹൈക്കോടതിയിൽ. മെമ്മറി കാർഡിൻ്റെ അനധികൃത പരിശോധനയുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിലെ സാക്ഷിമൊഴികളുടെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുതെന്നാണ് ആവശ്യം. തീർപ്പാക്കിയ ഒരു കേസിലെ അതിജീവിതയ്ക്ക് മൊഴി പകർപ്പ് നൽകാൻ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത് ഈ ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും ദിലീപ് ഹർജിയിൽ പറയുന്നു.
വടകരയിലെ UDF സ്ഥാനാർത്ഥിയും അവരുടെ മീഡിയ വിഭാഗവും തന്നെ തേജോവധം ചെയ്യുകയാണെന്ന് LDF സ്ഥാനാർത്ഥി KK ശൈലജ. തനിക്കെതിരെ വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കുകയാണെന്നും അതിന് UDFന്റെ പ്രത്യേക വിഭാഗം തന്നെ പ്രവർത്തിക്കുകയാണെന്നും KK ശൈലജ കുറ്റപ്പെടുത്തി. ഡെങ്കി പനി, ചിക്കൻ ഗുനിയ, മലേറിയ, സിക്ക തുടങ്ങിയ കൊതുകുജന്യ രോഗങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രി വീണ ജോർജ്. കൊതുകിൻ്റെ ഉറവിട നശീകരണത്തിന് പ്രാധാന്യം നൽകണം. വീട്ടിനകത്തും പുറത്തും വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് കൂടുതൽ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത. അടുത്ത 5 ദിവസങ്ങളിൽ മധ്യ തെക്കൻ ജില്ലകളിൽ മഴ ലഭിച്ചേക്കും. വ്യാഴാഴ്ച സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും വേനൽ മഴയ്ക്കും സാധ്യത. അതേസമയം പാലക്കാട്, തൃശ്ശൂർ, കൊല്ലം ജില്ലകളിൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഒഡീഷയിൽ ഫ്ലൈ ഓവറിൽ നിന്ന് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് 5 മരണം, 38 പേർക്ക് പരിക്കേറ്റു. കട്ടക്കിൽ നിന്ന് വെസ്റ്റ് ബംഗാളിലേക്ക് പുറപ്പെട്ട ദിക്കയിലേക്ക് പുറപ്പെട്ട ബസ് ഒഡീഷയിലെ ഫ്ലൈ ഓവറിൽ നിന്ന് താഴേക്ക് മറിയുകയായിരുന്നു. ഭരണഘടനയോടും ദുർബലരോടുമുള്ള മോദിയുടെ സമീപനം അംഗീകരിക്കാനാവില്ലെന്നും സംസ്ഥാനങ്ങളുടെ അവകാശത്തെയും ഭരണഘടനയും ബഹുമാനിക്കുന്ന പുതിയ പ്രധാനമന്ത്രി ഇന്ത്യയിൽ വരുമെന്ന് ഉറപ്പുണ്ടെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി AK സ്റ്റാലിൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് വ്യക്തിപരമായി വിദ്വേഷമില്ലെന്നും എന്നാൽ ധാർമ്മികമായും ആശയപരമായും കടുത്ത ഭിന്നതയുണ്ടെന്നും സ്റ്റാലിൻ കൂട്ടിച്ചേർത്തു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.